മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേറൊരു സൊല്യൂഷനുണ്ട്. ഇന്ന് നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പോവാം. നിങ്ങളെ സ്കൂളിലാക്കിയിട്ട് ഞാൻ ആ വഴിക്ക് പൊക്കോളാം. അത് ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്നാ ഇറങ്ങാം. ആഹാ, ഹരിയുടെ ഒപ്പമാണ് ഇന്ന് സ്കൂളിലേക്ക്. അതേ മുത്തശ്ശി, ഞങ്ങൾ സ്കൂളിൽ വിട്ടിട്ട് അച്ഛൻ പൊക്കോളാന്ന് പറഞ്ഞു. അത് നന്നായി. നീ കഴിച്ചോ മായേ? കഴിച്ചമ്മേ, എന്റെ ഒപ്പം ഇരുത്തി കഴിപ്പിച്ചു. ഇനി ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇനി അതും പറഞ്ഞ് രണ്ടുപേരും കൂടി എന്നെ കളിയാക്കണ്ട. അതെ, നിന്നെ ആരും കളിയാക്കിയതല്ല, പേടിച്ചിട്ടാ. ഓരോന്നും വരുത്തി വെച്ചിട്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കാനുള്ളതും സൂക്ഷിക്കാനുള്ളതും നമ്മൾ തന്നെ ചെയ്യണം. എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാ നമുക്ക് പോവാം. ടാറ്റ മുത്തശ്ശി. ടാറ്റ. സർ. ഹരി വരൂ, ഇരിക്കൂ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഹരി? കുഴപ്പമില്ല സർ. കുഴപ്പമുണ്ടല്ലോ ഹരി. ഈ മാസത്തെ ഹരിയുടെ പെർഫോമൻസ് നോക്കൂ. ടാർഗറ്റിന്റെ പകുതി പോലും എത്തിയിട്ടില്ല. ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? കമ്പനി ഒരു ടാർഗറ്റ് വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അറിയാം സർ. നിങ്ങളത് അച്ചീവ് ചെയ്താലല്ലേ കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ, നമ്മൾ എംപ്ലോയീസിന് നിലനിൽപ്പുള്ളൂ. എല്ലാ മാസവും ടാർഗറ്റ് എത്തിക്കാൻ കഴിയാതിരിക്കുന്ന എംപ്ലോയീസിനെ ഞങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. സർ, ഞാൻ ഈ കമ്പനിയിൽ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നെന്ന് സാറിന് അറിയാം. ഇതിനു മുമ്പ് എല്ലാ മാസവും ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റിന്റെ ഇരട്ടിയോളം അച്ചീവ് ചെയ്ത മാസങ്ങളുണ്ട്. പക്ഷെ അന്നൊന്ന് എന്നെ വിളിച്ചിരുത്തി ഒരു അപ്രീസിയേഷനോ ഒരു നല്ല വാക്കോ സാറ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള സമയത്ത് കുറച്ച് ടാർഗറ്റ് കുറഞ്ഞതിന്റെ പേരിൽ സാർ എന്നെ വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. ഹരി, കമ്പനി നിങ്ങൾക്ക് തരുന്ന അപ്രീസിയേഷനാണ് ഇൻസെന്റീവ്സ്. നിങ്ങളുടെ പെർഫോമൻസ് കൂടുന്നതനുസരിച്ച് ഇൻസെന്റീവ്സ് കൂടുന്നില്ലേ? ഇൻസെന്റീവിന്റെ കാര്യമൊക്കെ പറയാതിരിക്കുന്നതാ സാർ നല്ലത്. ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന്റെ 10% പോലും ഇൻസെന്റീവ് വരുന്നില്ല. ഞങ്ങൾ പുതിയ ഓരോ ഓർഡേഴ്സ് കൊണ്ടുവരുമ്പോഴും ഓരോ പുതിയ ക്ലയൻസിനെ കൊണ്ടുവരുമ്പോഴും കമ്പനിക്ക് കിട്ടുന്ന ലാഭം എത്രയാണെന്നൊക്കെ എനിക്കറിയാം. ആ ലാഭമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തപ്പോഴും നിങ്ങൾക്ക് സാലറി കിട്ടുന്നതിന് കാരണം. അതെന്താ ഹരി മനസ്സിലാക്കാത്തത്? ഹരി, പേഴ്സണൽ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് കമ്പനി കാര്യങ്ങളിൽ ബാധിച്ചാൽ നമ്മളതിന് ആൻസറബിൾ ആണ്. നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ നോക്കാനാണ് എന്നെ ഈ കസേരയിലെ ശമ്പളവും തന്നിരുത്തിയിരിക്കുന്നത്. സാർ, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. എന്റെ കുടുംബത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് പരിഹരിക്കാനേ ഞാൻ ആദ്യം ശ്രമിക്കൂ. എന്റെ കുടുംബമില്ലാതെ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താ സാർ കാര്യം? ഹരി പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ കമ്പനിക്ക് വേണ്ടത് കമ്പനി പറയുന്ന രീതിയിൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ്. കമ്പനി വിശ്വസിക്കുന്നത് ഈ കണക്കുകളിലാണ്, ഈ കണക്കുകളിൽ മാത്രം. ഇവിടെ സെന്റിമെന്റ്സ് ഇല്ല ഹരി. സാറ് പറയുന്നതെല്ലാം കേട്ടിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നത്
ഈ ജോലി റിസൈൻ ചെയ്തിട്ട് പോകാനാണ്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയും സാഹചര്യമൊന്നും അതിന് പറ്റിയതല്ല. ഈ മാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ടാർജറ്റ് അടുത്ത മാസം ചെയ്തു തരാമെന്ന് പറയാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. ഐ എം സോറി സർ. ഹരി പൊക്കോളൂ, ജോലി നടക്കട്ടെ. വാതിലൊക്കെ തുറന്നിട്ട് എല്ലാവരും ഇതോടെ പോയി. അമ്മേ, 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 അമ്മേ. ആ, അല്ല മോനെ, നീ ഒറ്റയ്ക്കേ ഉള്ളോ? ഇവിടെ വരെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആ, അപ്പൊ ഒന്ന് കേറിയിട്ട് പോവാന്ന് വെച്ചു. ആ, വാ വാ വാ, നിന്നെ കാണാൻ വേണ്ടി കൂടെയാ ഞാൻ വന്നേ. മായ, നീ എന്തൊക്കെയായി ചെയ്യുന്നേ? നീ എന്തിനാ ഇപ്പൊ ഉണ്ണാവൃതം എടുക്കുന്നേ? അത് മനോജേട്ടാ, ഞാൻ മോക്ക് വേണ്ടി എടുത്തതായിരുന്നു. കാത്തിരുന്നൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് അവക്ക് ഇങ്ങനെ ഒരു വയ്യായിക ഉണ്ടെന്നറിഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും മനോജേട്ടാ? പ്രാർത്ഥനയും വഴിപാടും വ്രതമൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. എന്നാലും മോളെ, ആരോഗ്യം നോക്കിയിട്ടൊക്കെ വേണ്ടേ വ്രതമൊക്കെ എടുക്കാൻ? നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ശരീരം താങ്ങും. അതൊന്നും എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനൊന്നും വരരുത്. അവക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തും ഞാൻ ചെയ്യും. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ ഇങ്ങനെ ലോജിക്കില്ലാതെ ഓരോന്നും ചെയ്യരുതേ. പല അപകടങ്ങളും മനുഷ്യൻ സ്വയം വരുത്തി വെക്കുന്നതാ. എന്റെ മായ, ഇപ്പൊ ദൈവ അനുഗ്രഹം കൊണ്ട് മീരയ്ക്കൊരു കുഴപ്പമില്ലല്ലോ. ഇല്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ തീ തിന്ന് നടക്കുന്നത്? അവള് ജനിച്ച അന്ന് മുതൽ ഞാൻ ഹരിയും ഈ ടെൻഷൻ ആരോടും പറയാനാകാതെ നെഞ്ചിൽ വെച്ച് തന്നെ നടന്നിരുന്നത്. ഏത് ഡോക്ടർ എന്തു പറഞ്ഞാലും അവസാന തീരുമാനം ഭഗവാന്റെയാ. ഈശ്വരൻ തീരുമാനിക്കുന്ന പോലെ ഇവിടെ എന്തും നടക്കൂ. ആ ഈശ്വരൻ എന്റെ മോളെ രക്ഷിക്കണം. അതിന് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അതിന് നീ പട്ടിണി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നീ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി കിട്ടാനാണ് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സ്വയം പീഡിപ്പിക്കാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല. മായ, മോളെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഡേ, മീരയ്ക്കൊന്നും വരില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. ഹരിയെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. വൈകിട്ടേ വരുള്ളായിരിക്കും അല്ലേ? ആ, അതെ. അയ്യോ, ഇവളോട് സംസാരിച്ചെന്ന് അമ്മയോട് സംസാരിക്കാൻ ഞാൻ മറന്നുപോയി. അമ്മയ്ക്ക് സുഖമില്ലേ അമ്മേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കറിയാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെയുള്ളൂ. അതൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ഈ വീടൊരു സ്വർഗമായിരുന്നേനെ. വിധിയല്ലേ, അതാവും എന്തെങ്കിലും ദുഃഖമൊക്കെ ഇങ്ങനെ വരുന്നത്. ഹരി വരുമ്പോ ഞാൻ അന്വേഷിച്ചു എന്ന് പറ. ഇടയ്ക്ക് എല്ലാരും കൂട്ടി ഞാൻ വരാം. അപ്പൊ നീ ഇറങ്ങുവാണോ? ആ. അയ്യോ, ഇത്രയും സമയമായില്ലേ മോനെ, ഇനി ഊണ് കഴിച്ചിട്ട് ഇറങ്ങാം. ഊണ് കഴിക്കാൻ നിന്നാലേ. നിനക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ട്. ഉണ്ടോ? ഉണ്ടോടി? ഉണ്ടെന്നേ. എന്നാ പിന്നെ കഴിച്ചിട്ട് പോവാം. അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടി കഴിച്ചിട്ട് എത്ര നാളായി. അതെ, കഴിച്ചിട്ട് പോവാം. ഓ, മോനിരിക്കെ, ഞാൻ വിളമ്പാം. വാമേ. നീ ഹോംവർക്ക് ചെയ്തോ? ചെയ്തു. നീ ചെയ്തോ? ഞാനും ചെയ്തു. എന്നാ കുഴപ്പമില്ല. ഇതിന്റെ ആൻസർ എല്ലാവരും ഒന്ന് ബുക്കിൽ എഴുതിക്കേ. ഞാൻ ചോദിക്കുമ്പോ കാണിച്ചു തന്നാ മതി. വേഗം എഴുതിക്കേ. ആരും ഉത്തരം വിളിച്ചു പറയണ്ട. എഴുതിക്കോ. നിനക്കറിയാമോ? എഴുതി നോക്കാം.
എഴുതി കഴിഞ്ഞവര് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ടീച്ചർ, മിടുക്കി. ഇരുന്നോളൂ. തെറ്റാണല്ലോ ആൻസർ. നേരെ എഴുതിക്കേ. ഇരുന്നോ. ഈ ആൻസർ എങ്ങനെയാ കുട്ടിക്ക് കിട്ടിയേ? ഞാനത് കണക്ക് കൂട്ടി എടുത്തതാ. സത്യം പറയൂ. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നെന്ന് മീര എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ആണോ? അപ്പൊ മിടുക്കി. ഇരുന്നോ. അറിയാവുന്ന കാര്യങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യോ. പക്ഷേ എക്സാം ഹാളിൽ വെച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല കേട്ടോ. അതൊക്കെ മീരയ്ക്കറിയാം. അവൾ എപ്പോഴും പഠിക്കുന്ന തപസ്സില. തപസ്സിലോ? അതെന്താ മീരെ? എല്ലാം ശ്രദ്ധിച്ചു പഠിക്കാനും അത് മറന്നുപോവാതിരിക്കാനും വേണ്ടിയാ പഠിത്തം ഒരു തപസ്സാക്കണോന്ന് മുത്തശ്ശി പറഞ്ഞത്. എന്നുവെച്ചാ അതെങ്ങനെയാ? അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. പഠിക്കാൻ വേണ്ടി മുത്തശ്ശി മീരയ്ക്ക് പറഞ്ഞു കൊടുത്ത കാര്യം മീര നിങ്ങൾക്കെല്ലാവർക്കും പറഞ്ഞു തരുന്നത് കേൾക്കണ്ടേ? ആ, മീര ഉറക്കെ പറഞ്ഞു. പഠിക്കുമ്പോ നല്ല ശ്രദ്ധ വേണം. എല്ലാം മനസ്സിലാക്കി വേണം പഠിക്കാൻ. മനസ്സ് വേറെ ഒന്നിലും മാറിപ്പോവാതെ നല്ല ശ്രദ്ധിച്ച് പഠിക്കുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. തപസ് ചെയ്താൽ ഭഗവാൻ നമുക്ക് വരം തരും. അപ്പൊ നമുക്ക് നല്ല മാർക്കും കിട്ടും. കൊള്ളാലോ. മീര പറഞ്ഞത് നല്ലൊരു ഐഡിയ അല്ലേ? അതിനെല്ലാവരും ഒന്ന് കൈയ്യടി കൊടുത്തേ. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു മിസ്. മീര ഇരുന്നോളൂ. മീരെ, പഠിക്കാതെ വരം കിട്ടുന്ന തപസ് എന്തെങ്കിലും നിന്റെ മുത്തശ്ശിക്ക് അറിയാമോ? പഠിക്കുന്നത് തന്നെ തപസ്. പിന്നെ പഠിക്കാതെ എങ്ങനെയാ അത് ചെയ്യുന്നേ? എന്നാലും മുത്തശ്ശിയുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ കാണുമെന്നേ. നീ ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്കിതൊക്കെ പറയുന്ന മുത്തശ്ശി ഇല്ലാത്തോണ്ടല്ലേ. അപ്പൊ നിന്റെ മുത്തശ്ശി എന്താ പറയുന്നേ? വഴക്ക്. ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞ് വഴക്ക് പറയും. അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. കഥയും പറഞ്ഞു തരില്ലേ? ഇല്ല. എന്റെ മുത്തശ്ശി പറഞ്ഞു തരുന്ന കഥ ഞാൻ നിനക്കും പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ സെറ്റ്. സെറ്റ്. എത്ര നാളായി അമ്മയുടെ കൈപുണ്യത്തിൽ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട്. ധന്യേച്ചി നന്നായിട്ട് കറികളൊക്കെ വെക്കില്ലേ? വെക്കും. പിന്നെ ഞായറാഴ്ച പിള്ളേര് വീട്ടിലുള്ളപ്പോ ചില സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കും. അതും ഫോണിൽ നോക്കിയിട്ട്. പിള്ളേർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ അത് വലിയ താല്പര്യമൊന്നുമില്ല. അതാ ജനറേഷൻ ഗ്യാപ്പ്. പക്ഷെ നമ്മുടെ ജനറേഷന് കിട്ടിയ ഭാഗ്യം ഇന്നത്തെ ജനറേഷൻ ഇല്ല. കറികളൊക്കെ മിക്സ് ചെയ്ത് ഉരുട്ടിക്കൊടുക്കാൻ ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ എവിടെയാ സമയം? അതെ, അത് ശരിയാ. ശരിക്കും ഈ കറികളൊക്കെ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് അറിയുന്നേ. അതെ, കോമ്പിനേഷൻ കറക്റ്റ് ആവുമ്പോ നല്ല ടേസ്റ്റ് ആവും. അതാ മദേഴ്സ് മാജിക്. ശരിയാ അമ്മേ. അമ്മ കറികൾ മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കുമ്പോ കഴിപ്പിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകൾ കയ്യിൽ വേണ്ടേ? ആ, അത് ശരിയല്ലേ മേ. എപ്പോ ചോറ് വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ പറയും വാരിത്തരാമെന്ന്. അതോടെ നമ്മുടെ കാര്യം തീർന്നു. അമ്മ മിക്സ് ചെയ്ത് വാരിത്തരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അമ്മേ, എന്നാ പിന്നെ പഴയതുപോലെ എനിക്ക് ഒരു ഉരുളെടുത്തുക. ആ, എനിക്കും വേണം. എടി, നീ എപ്പോഴും ഇവിടെ ഉള്ളതല്ലേ? നിനക്ക് എപ്പോഴും ആണെങ്കിലും അമ്മയുടെ ഉരുള മേടിക്കാന്നല്ലേ ഉള്ളൂ. രണ്ടാളും വഴക്ക് കൂടണ്ട, ഞാൻ വാരിത്തരാം. പോയി കൈ കഴിയിട്ട് വരട്ടെ. എന്നാലേ അമ്മ വരുന്നതിന് മുൻപ്
എന്നാ പിടിച്ചോ, എന്റെ വക. ആ, എന്റെ മായ, ആ? നിനക്ക് അമ്മയുടെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും? ശരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാ. ആ, എല്ലാരോടും അന്വേഷണം പറയണേ. പറയാം. പക്ഷെ ഇനി നീ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഇല്ല. ആ ശരി അമ്മേ. ശരിയടി. ഞാൻ അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിളിച്ച അവന് വല്ലാത്ത തിരക്കാ. നിനക്കെന്തോ പറ്റിയെന്ന് കേട്ടപ്പോ ഓടിപ്പിടിച്ച് സമയമുണ്ടാക്കി വന്നത് കണ്ടോ? ഇവിടെ ആരെയോ കാണാൻ വന്നപ്പോ കേറിയതാന്നല്ലേ പറഞ്ഞത്? അതൊക്കെ അവൻ ഇവിടെ വരാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കാരണങ്ങളാ. ഒരു കണക്കിന് പാവ മനോജേട്ടൻ. അതെ, അവനും എന്നും ഓരോ പ്രശ്നങ്ങളാ. എന്നാലും കണ്ണും മിഴിച്ച് ചിരിച്ചോണ്ട് നിൽക്കും. സംസാരിച്ച ഒരു കുഴപ്പമില്ലെന്നേ തോന്നൂ. ധന്യേച്ചി കൊടുക്കുന്ന തലവേദനകൾ ഇല്ലായിരുന്നെങ്കിൽ ചേട്ടന് വീട്ടിലെങ്കിലും സമാധാനം കിട്ടിയാന്. നാത്തും പോര് പറയാതെ മായേ, ധന്യ അത്ര പ്രശ്നക്കാരിയൊന്നുമല്ല. ഓ, മരുമോള് പറഞ്ഞത് പിടിച്ചില്ല. എന്നാ പിന്നെ മരുമോളടുത്ത് തന്നെ നിന്നൂടായിരുന്നോ? അപ്പൊ നിനക്കാരെവിടെ കൂട്ടിന്? ആ, നിനക്കെന്റെ സഹായം വേണ്ടെങ്കിലേ ഞാനങ്ങ് പോയേക്കാം. അയ്യടാ, അതിനിപ്പോ ഞാൻ വിടുമെന്ന് ഓർത്തിട്ടാണോ? അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വേണ്ട കേട്ടോ. ഞാൻ ഇത്ര നേരം കിടക്കട്ടെ അമ്മ, തലവേദനയുണ്ട്. ഒരു ഗുളിക കഴിച്ചേക്കാം. അല്ല, നിനക്ക് കൊച്ചിനെ വിളിക്കാൻ പോകേണ്ടതല്ലേ? അലാറം വെച്ചിട്ട് കിടക്കാം. നീര മിടുക്കിയാണ് കേട്ടോ. നന്നായി പഠിക്കുന്നുണ്ട്. ക്ലാസ്സിൽ നല്ല ശ്രദ്ധയുണ്ട്. പഠിക്കുന്നതല്ലാത്ത കാര്യങ്ങളിലും നല്ല അറിവുണ്ട്. ആണോ? അതൊക്കെ എവിടുന്ന് പഠിക്കുന്നതാ? മുത്തശ്ശി പഠിപ്പിച്ചതെന്നാ പറയുന്നത്. ഓ, അതാണോ? അത് അമ്മ വൈകുന്നേരം നാമം ചൊല്ലാൻ മോളെ കൂടി ഇരുത്തും. അങ്ങനെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കഥകളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിച്ചതായിരിക്കും. അതെയോ? മുത്തശ്ശിയുടെ കഥ കേൾക്കുന്നതിന് അമ്മ എന്നെ എപ്പോഴും വഴക്കു പറയും. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത്. കുട്ടികൾക്ക് പഴയ തലമുറയിൽ നിന്നും ഒരുപാട് അറിവുകൾ ഇങ്ങനെ പകർന്നു കിട്ടേണ്ടതാ. ഇന്ന് പലർക്കും അതിനുള്ള ഭാഗ്യമില്ല. മീരയ്ക്ക് പക്ഷേ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് നമ്മളായിട്ട് തടയാൻ പാടില്ല. ഇല്ല ടീച്ചർ, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ഇനി കഥ കേൾക്കാലോ അല്ലേ? അമ്മ വഴക്കു പറയില്ലല്ലോ? ഇല്ല, പറയില്ല. താങ്ക് യു മിസ്. വെൽക്കം. മുത്തശ്ശിമാര് കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ നമ്മുടെ സംസ്കാരവും കുട്ടികളിൽ വളരേണ്ട ഭക്തിയും എല്ലാം ഉണ്ടാവും. അതൊക്കെ മീരയ്ക്ക് കിട്ടട്ടെ. മീരയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ മീര ഇവിടുത്തെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്കും ആ അറിവുകൾ കിട്ടുമല്ലോ. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചർ. ശരി, പോവാം മോളെ. ബൈ മിസ്. മോളെ കുറിച്ച് ടീച്ചർ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞേ? പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാ. മീരമോള് മിടിക്കാന്ന് പറഞ്ഞു. അതിപ്പോ ടീച്ചർ പറഞ്ഞില്ലെങ്കിലും എന്റെ മോള് മിടുക്കിയാണെന്ന് എനിക്കറിയാം. എന്നാലും മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ ഹരിയേട്ടാ? അതെ, മോള് പഠിക്കാനും മിടിക്കുക, സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിനും മിടിക്കുക. എന്നാലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോ ടെൻഷനാവുക. നമ്മുടെ വിധി, അല്ലാതെ എന്തു പറയാനാ? അസുഖം വരുമെന്ന് പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാ. ആർക്കായാലും ഒരസുഖം വരാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷേ അതില്ലാത്തിടത്തോളം, തിരിച്ചറിയാത്തിടത്തോളം ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ചില അറിവുകൾ ദുഃഖങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇതാ. അതുകൊണ്ടാ മായേ ഞാൻ അറിഞ്ഞിട്ടും അത് നിന്നോട് പറയാതിരുന്നത്. എനിക്കത് മനസ്സിലായി ഹരിയേട്ടാ.
ഞാനിത് അറിയുന്നത് വരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഏത് സമയവും ടെൻഷൻ മാത്രമാ ബാക്കി. ഒന്ന് ആലോചിച്ച ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഭഗവാൻ എനിക്ക് തന്നു എന്ന് പറയാം. ഒരു കുഞ്ഞിനെ എന്റെ ഹരിയേട്ടന് തരണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. ഡെലിവറി സമയത്ത് ഡോക്ടർമാര് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, റിസ്ക് ആണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ മരിച്ചാലും കുഞ്ഞിനെ ഹരിയേട്ടന് കൊടുക്കാൻ ഉറച്ച അന്നങ്ങനെ തീരുമാനം എടുത്തത്.